എല്ലാ സൂമനസുകൾക്കും 2025 ഓണാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. 2025 നമ്മുടെ മഹാബലി ചക്രവർത്തി കേരളത്തിൽ വരുമ്പോൾ ഒരു വലിയ സങ്കടാവസ്ഥ ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്താണ് സങ്കടാവസ്ഥ? കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമായിട്ട് ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് തെരുവ് പട്ടികൾ വിലസുകയാണ്. മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ, കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ, അമ്മമാർക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ, ആട്, കോഴി, താറാവ് കൃഷി ചെയ്യുന്നവരെ അത് മുഴുവനും നശിപ്പിച്ചുകൊണ്ട് തെരുവ് പട്ടികൾ ഇവിടെ വാഴുകയാണ്. ഈ തെരുവ് പട്ടികൾക്ക് കൂട്ടായിട്ട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും നിൽക്കുകയാണ്. മനുഷ്യന് പുല്ലുവില. ഇതാണ് ഇന്നിപ്പോൾ 2025 നമ്മുടെ കൊച്ചു കേരള അനുഭവിക്കുന്ന ഒരു വലിയ സങ്കടാവസ്ഥ. ഈ സങ്കടാവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം. അതിനുവേണ്ടി നമുക്ക് ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു വിമോചന സമരത്തിലേക്ക് ഇറങ്ങണം. എന്താണ് വിമോചന സമരം? ഈ തെരുവ് പട്ടികളെ മുഴുവനും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഷെൽട്ടറാക്കാൻ സാധിക്കും. അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവുപട്ടികളെ മുഴുവനും മാറ്റണം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അതിശക്തനായ പ്രധാനമന്ത്രി മുതൽ സകല മന്ത്രിമാരോടും, സകല ഭരണകർത്താക്കളോടും, സകല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും എനിക്ക് ഓർമ്മപ്പെടുത്തിക്കാനുണ്ട്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്? തെരുവ് പട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണോ? തെരുവ് പട്ടികളുടെ പേവിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികളായി നിങ്ങൾ മാറുകയാണോ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കമുള്ള ജഡ്ജിമാര്, ഒരു 2 ജഡ്ജിമാരെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഡൽഹിയിലെ മുഴുവൻ തെരുവുപട്ടികളെയും അവിടെ നിന്ന് മാറ്റണമെന്ന് ഓർഡറിട്ടപ്പോൾ ആ വിധിയെ മറിച്ചുകൊണ്ട് 3 അംഗ ബെഞ്ച്, 3 ജഡ്ജിമാർ കൂടി ആ തെരുവുപട്ടികളെ ഒന്നും മാറ്റാൻ പാടില്ല, അവരെ വാക്സിനേഷൻ എടുത്തിട്ട് വന്ധീകരണം ചെയ്തിട്ട് പിടിച്ച സ്ഥലത്ത് കൊണ്ട് ഇടണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ജഡ്ജിമാരടക്കം തെരുവുപട്ടികൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഇത് ഇന്ത്യ രാജ്യത്ത് മാത്രമുള്ളൂ ഇത്രയും മഹാസങ്കടാവസ്ഥ. അതുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മത നേതാക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വിമോചന സമരത്തിലിറങ്ങി ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണം. അതാണ് മഹാബലി ചക്രവർത്തിക്ക് വേണ്ടി ജോസ് മാവേലി എന്ന ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ജയ് ഭാരത്.